സിന്ധൂസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നല്ലൊരു അടിപൊളി ഐറ്റം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനെ ഇനി സെറ്റപ്പ് ചെയ്യണം. ഇപ്പൊ പോയാലോ വീഡിയോയിലേക്ക് വാ. ഹായ് ഗായ്സ്, ഇന്ന് നല്ലൊരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഒന്നാന്തര സിലോപ്പി മീച്ചിന് വെള്ളം ഒഴിച്ചെടുക്കാവേ. ജീവനുണ്ട് കേട്ടോ. മുള്ളുകളും പേടി ചിരിയുടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നീന്തുന്ന കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഭയങ്കര നീന്തലാണ്. ഇടയില്ല ഞാൻ അമ്മയ്ക്ക് പേടിയാ കേട്ടോ ഈ ചെറിയ മീനായിട്ട്. പാവല്ലേ, പാവം. ഇവൻ മാത്രം പോയെന്ന് തോന്നുന്നു അല്ലേ? പോയോ? എവിടെ പോയി? മരിച്ചുപോയി. നീ ഇതിനെ വെട്ടി ഫ്രൈ ആക്കി തരണം അല്ലേ? എവിടെ നിന്ന് കിട്ടിയത്? എന്റെ ബിരുമാവൻ എനിക്ക് പിടിച്ചു വെച്ചിരുന്ന കാണിച്ചെടുക്കാം. സിലോപ്പി, ഞാനാണ് സിലോപ്പി. ഇതാണ് നമ്മുടെ സിലോപ്പി കുട്ടൻ. കണ്ടോ, വലുതെടുത്ത് കണ്ടു. കുളിക്കാതെ പരക്കാതെ കറിയല്ലേ? ആ പൊക്കത് വലുത്. ഇച്ചിരി വഴുവഴുക്കം കൂടുതൽ കേട്ടോ. അത് ഇങ്ങനത്തെ മീനുണ്ടല്ലോ. ഇതിന്റെ പേരെന്നാ? സിലോപ്പി. എന്നാ ശരി, നമുക്ക് വെട്ടി വൃത്തിയാക്കാം. ആയിക്കോട്ടുകാര്, ഇന്ന് കണ്ടോ ആദ്യക്കുട്ടൻ എനിക്കൊരു വലിയ പണിയായിട്ട് വന്നിട്ടുണ്ട്. എന്നാ ആദ്യക്കുട്ടാ? നമ്മുടെ സിലോപ്പി മീനെ കിട്ടി. അപ്പം ആ മീനെ കൊണ്ടുവന്ന് ഇനി അത് വെട്ടി വൃത്തിയാക്കി ഫ്രൈ ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ്. നമുക്കപ്പോൾ ഇത് വെട്ടി വൃത്തിയാക്കണം. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയത് അല്ലേ? നമുക്ക് വെട്ടി വൃത്തിയാക്കാം. നമ്മുടെ ഈ മീനെ നമുക്ക് ഇനി വെട്ടിയെടുക്കാം. നമ്മുടെ സിലോപ്പിയെ നമുക്ക് ഇനി വെട്ടിയെടുക്കാവേ. കണ്ടോ, അത് സത്തത സത്തതല്ല ചത്തത. சத்து போச்சு மச்சி, இறந்து போச்சு. அழகதா അമ്മ അറബിയും കൂടെ പറ. പിന്നെ ആദ്യക്കുട്ടൻ്റെ കുസൃതി കണ്ടോ? ഞാൻ വെട്ടാൻ തരാമെന്ന് പറഞ്ഞു, പെട്ടെന്നപ്പോൾ അവന് വെട്ടണമെന്ന്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് സിന്ധുവിക്ക്. എനിക്ക് ജീവനോടൊന്നും ഞാൻ തൊടത്തൊന്നുമില്ല. അത് ചത്ത് കഴിയുമ്പോൾ ഞാൻ വെട്ടത്തുള്ളൂ. എനിക്ക് പേടിയില്ല, അതുകൊണ്ട് ഞാൻ ചാടി. കുറേ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ബോക്സിലാക്കി എന്നാത്തിൻ്റെ ബൗളിൻ്റെ അകത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ചെയറിലൊക്കെ ഇട്ടാലേ അത് പിന്നെ വലുതാവുള്ളൂ. മറ്റേ വാലിന് നിറമുള്ളത് എന്നാലും ചെയർ കുളത്തിലിട്ടാലേ ഇത് ഇത്രേ ആവുള്ളൂ. അത് മറ്റേ വാലിന് നിറമില്ല. ഇതിൻ്റെ കുഞ്ഞുങ്ങളല്ലേ അത്? ഇതിൻ്റെ കുഞ്ഞുങ്ങളല്ലേ? എനിക്കറിയത്തില്ല. നിങ്ങൾ കുളത്തിൽ പോയി മുങ്ങുന്നത് ഞാൻ അറിഞ്ഞു. ഒരു ഡയലോഗ് ഇറക്കിയിട്ട് അങ്ങ് പോകും. ഞാൻ എൻ്റെ മാമനോട് പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞു. അപ്പം പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ, തന്നെ പിടിച്ച് മാമൻ പിടിച്ചാണ്. പേടിച്ച് ആദ്യക്കുട്ടൻ വെട്ടുന്നതേ. പേടിയുണ്ട് ആദ്യക്കുട്ടനെ. അതിനാണോ എൻ്റെ ഇത് തെറിക്കുകയും ചെയ്യും. എന്നാലും കുളിക്കാതെ പറിക്കാതെ കയറ്റിയില്ല. മൊത്തം മേലില്ലെങ്കിലും എന്നെ ഇവന്മാർ കുളിപ്പിച്ചു. ഇവിടെ പോവാ വെട്ട് ആവശ്യം. മുട്ടയുണ്ട്, നമുക്ക് പൊരിച്ചു തരാൻ പറ്റില്ല. കുഞ്ഞു മുട്ട. ഇനി അവിടെ ഇടും. നമുക്കിത് പരിഞ്ഞില് മീൻമുട്ട പൊരിക്കും. പക്ഷെ ഇതിന്റെ എടുക്കുകയാണ്. ഇതിന്റെ ഇല്ല, പൊരിക്കാൻ പറ്റത്തില്ല. ഈ ഇതുണ്ടോ ചാടിപ്പോയതല്ല. അത് നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പോലും പറ്റുമല്ലോ. അങ്ങനെയല്ല, അങ്ങനെ പറ്റിയാൽ മതി. അത് ചെറുത് മുറിഞ്ഞോളും. മുറിയുന്നു അങ്ങനെ മുറിയോടെ കറക്ക്. അത് കറക്ക് കണ്ടോ, ഇനി മുറി. അത് ഒടിയാനൊരു മുള്ളു. പാതിക്കട്ട മീൻ വെട്ടി കണ്ടല്ലോ എല്ലാവരും. എടുക്കണോ? അതിനകത്തിന് എടുക്കുക. അയ്യോ, ഇതാ വേണം. കണ്ടോ കൂട്ടുകാരെ, ഇതാ എടുത്തേ. വീഡിയോ എടുക്കാൻ പറയുന്നത് എടുത്തേ. വീഡിയോ എടുക്കുന്നല്ല, എടുത്ത്. എനിക്ക് എടുക്കാനൊന്നും വയ്യ, തന്നെ നിൽക്കാൻ വയ്യാപ്പെടാ. ഫോണിനെടുക്കാൻ നിന്നെ എടുക്കാൻ വയ്യെന്നാ പറഞ്ഞത്. എടുക്കാൻ നീ എടുത്തേന്നല്ലേ പറഞ്ഞു. എന്നെ എടുക്കാനല്ല, വീഡിയോ എടുത്തേന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറയാവുള്ളൂ. അത് ഈ മീനുണ്ട് താഴേന്ന് ചേരണ്ടേ? എങ്ങനെയല്ലേ? പോകുന്നുണ്ടല്ലോ. അടിയിൽ നിന്ന് ചേരണ്ടേ? ഏറ്റവും അടിയിൽ നിന്ന്. ഇനിതാ എല്ലാവരും കൂടെ പറയാം ആദ്യക്കുട്ടനെ ഞാൻ മീൻ വെട്ടിച്ചു എന്നും പറഞ്ഞോണ്ട് മെസ്സേജ് വരും. അപ്പം എന്നാ പറയും? എനിക്ക് സിലോപ്പി മാത്രം വെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വേറെ മീനൊക്കെ എനിക്ക് വെട്ടാൻ അറിയത്തില്ല. കൂടുതൽ തിരിച്ചു പിടി. ഇതിന് ഒത്തിരി അഴുക്കുകളൊന്നുമില്ല. ഇതിന് അഴുക്ക് കൂടുതൽ. ഇതിന് ചെതുമ്പലും വയറ്റിൽ അഴുക്കുമെന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു. പൂവൊക്കെ കളയാം. സാധാ മീന് കുറച്ചുകൂടെ വേസ്റ്റ് ഒക്കെ കാണും. ചെതുമ്പലും ഇങ്ങോട്ട് ഈ വഴുവഴുക്കാം തെന്നി പോന്നല്ലേ. ഇനി എല്ലാം വെട്ടിയിട്ട് കാണിക്കാവേ. ആദ്യക്കൂട്ടം ഇവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. ആദ്യക്കൂട്ടം വെട്ടിയിട്ട് ഇന്നൊന്നും വറുക്കാൻ പറ്റത്തില്ല. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യണം.
ജീവനുള്ളതിനെ സിന്ധുവമ്മ വിട്ടു. അയ്യോ എനിക്ക് പേടിയാ. അയ്യോ എനിക്ക് പേടിയാ. ജലദോഷം ആദ്യക്കൂട്ടിന് അവിടെ പരീക്ഷയുള്ള. ഇതിനൊരു മാജിക് ഉണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ചാൽ കറുപ്പ് വരും, ഇങ്ങനെ വെച്ചാൽ വെള്ളം വരും. എനിക്ക് വയ്യ. ഇന്ന് വെട്ടിയിട്ട് കാണിക്കാൻ കൂട്ടുകാരേ അല്ലേ? ആ ഇങ്ങനെ തൊട്ട് നോക്കുന്ന പേടിയാണോ? നമ്മുടെ മീനെല്ലാം വെട്ടി നല്ല അടിപൊളിയായി ക്ലീൻ ആക്കി. എന്നിട്ട് നമ്മൾ മസാലയെല്ലാം നല്ല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി റെഡി ആവട്ടെ. ഒരു മണിക്കൂർ അങ്ങ് ഇരിക്കട്ടെ, എല്ലാം പിടിച്ച് നല്ല സെറ്റ് ആവട്ടെ. അപ്പം നമുക്കിനി വറുത്തിട്ട് കാണുക. ഹായ് കൂട്ടുകാരേ, ഇതാ നമ്മുടെ മീനെല്ലാം വെട്ടി ഇതാ നല്ല ചൂടോടെ വറുത്തു. കാന്താരി മുളകും സബോളയൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യക്കൂട്ടം എന്താ കഴിക്കാൻ പോകുന്നത്? കപ്പയും മീൻകറിയും ചെറുപയറും തോരനുമാണ്. നല്ല ക്ലാരിറ്റി ഒന്നും ഇല്ല, ഇരുട്ടാണ് അല്ലേ? അത് കിട്ടാം, ചെറിയ വെട്ടമുള്ളൂ. അപ്പം ഇനി കഴിച്ചു നോക്കാം അല്ലേ? അത് കിട്ടാൻ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. ഞങ്ങളുടെ സൗണ്ടൊക്കെ വല്ലായിരിക്കുക, തണുപ്പാണ്, നല്ല തണുപ്പ്. അതുകൊണ്ട് മൂക്കൊക്കെ അടഞ്ഞ് ജലദോഷം പോലെ ആയി അല്ലേ? നോക്കിയാലോ? അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. നമ്മുടെ മീൻ ഇച്ചിരി ഞങ്ങൾക്ക് കിള്ളി എടുക്കാം. നമ്മുടെ മീന് കപ്പയായിട്ട് ഇങ്ങനെ പിടിക്കാം. എങ്ങനെ ഉണ്ടാക്കിട്ടാ? സൂപ്പറാ, ആണോ? അടിപൊളി. ഒരു സവാള ഇട്ടിരിക്കുക. സബോള കാന്താരി മുളകും എല്ലാം കൂടെ കൂട്ടി സൂപ്പർ അല്ലേ? അല്ലേ അല്ലേ? അമ്മ കൂട്ടിയില്ല. എല്ലാവരും കപ്പ കഴിക്കുന്നുണ്ട്. ഇപ്പോഴെല്ലാം ചെയ്യണം അതിക്കിട്ട് എല്ലാവരും. ഇപ്പൊ എല്ലാവരും വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇനി നല്ല കിന്നച്ച വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. എല്ലാവർക്കും ഞങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി. ബൈ.